കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള 8ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. സമീപത്തെ തോടിന്റെ കാട് നിറഞ്ഞ ഭാഗം താണ്ടി വേണം ആവശ്യകാര്യങ്ങൾക്കായി ഇവർക്ക് പോകാൻ. മഴക്കാലമായാൽ ഇവരുടെ ദുരിതം ഇരട്ടിയാകും. വെള്ളത്തിലൂടെയും വെള്ളത്തിനു മുകളിൽ താൽക്കാലികമായി സ്ഥാപിക്കുന്ന തെങ്ങിൻ തടികളിലൂടെയുമാണ് ഇവിടുത്തുകാരുടെ യാത്ര. രോഗികളടക്കം ഇതിലൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. 2010 കിട്ടിയതാണ്. ഞങ്ങൾക്ക് ഭവന പദ്ധതി പ്രകാരം കിട്ടിയതാണ്. നമുക്കന്ന് പറഞ്ഞ ഈ തോടാണ് നമ്മുടെ വഴിയെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ പുഴയുടെ മേടിച്ചപ്പം അതുമില്ല ഇതുമില്ല. ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ്. എന്റെ മക്കളെ പോകാൻ പോലും ഈ കാട്ടിൽ കൂടെ എങ്ങനെയാണ് ഞങ്ങൾ മക്കളെ അണലി എന്തരായിട്ടൊക്കെ കിടക്കുന്നത്. എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് തന്നെ മയ്യത്ത് കൊണ്ടുപോകാനോ ആ മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോകാനോ ഇടവില്ല. എടുത്തോണ്ടാണ് എന്റെ ഭർത്താവിനെ ഇതിലേ കൊണ്ടുപോയത് ആശുപത്രി. നല്ലൊരു വഴിയെന്ന ആവശ്യത്തിനായി ഇവർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. പലതവണ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ ഇതുവരെ വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അധികാരികൾ ഇടപെട്ട വഴിയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.